വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോസസ്സ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത് പ്രോസസ്സ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് പ്രോസസ്സ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദി കറണ്ട് ആക്ടിവിറ്റി ഓഫ് ദി പ്രോസസ്സ്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്: ന്യൂ, റണ്ണിങ് സ്റ്റേറ്റ്, waiting state, ready state and terminated state. The new state means the process is being executed, and running state means instructions are being executed. Waiting state means the process is waiting for some event to occur. For example, an IO completion or reception of a signal. And next state is ready state. In ready state, the process is waiting to be assigned to a processor, and the final state is terminated state. In terminated state, the process has finished its execution. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നു. ഈ ഓരോ സ്റ്റേറ്റിനെയും നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സും കറണ്ട് ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്കറിയാം, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ആവുന്നുണ്ട് അല്ലേ. മെയിൻ മെമ്മറിയിലേക്ക് ലോഡായി കഴിഞ്ഞ് ഒരു പ്രോഗ്രാം ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റാണ് എന്ത്, ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ന്യൂ സ്റ്റേറ്റ്. ഇനി പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, ദ പ്രോസസ്സ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻ ടു എ പ്രോസസ്സർ അല്ലേ. അതായത് ആ ഒരു പ്രോസസ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, ഇനി ആ പ്രോസസ്സിനെ എന്ത് ചെയ്യണം, ഒരു പ്രോസസ്സിനെ പ്രോസസ്സറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഏത് സ്റ്റേറ്റാണ്, റെഡി സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ റെഡിയായി, ഇനി എനിക്കൊരു പ്രോസസ്സർ കിട്ടിയാൽ മാത്രം മതി എന്നുള്ളൊരു സ്റ്റേറ്റ്, അതാണ് റെഡി സ്റ്റേറ്റ്. ഇനി റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ സ്റ്റേറ്റ്. അതായത് ഒരു പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ആ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റാണ് എന്ത്, റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, വെയിറ്റിംഗ് സ്റ്റേറ്റ്. വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ആ ഒരു പ്രോസസ്സിന് ഏതെങ്കിലും ഒരു IO ഡിവൈസിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റാണ്, വെയിറ്റിംഗ് സ്റ്റേറ്റാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ സ്റ്റേറ്റ്, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി, അപ്പോൾ അത് റെഡി സ്റ്റേറ്റ്. ദെൻ ഒരു പ്രോസസ്സർ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അത് എക്സിക്യൂഷൻ റണ്ണിങ് സ്റ്റേറ്റ്. അതിനുശേഷം അതിന് ഏതെങ്കിലും ഒരു IO കംപ്ലീഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റ്. ദെൻ ആ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു, ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് വന്നു. ഓക്കെ, ദെൻ ഇതാണ് ഒരു പ്രോസസ് സ്റ്റേറ്റിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു, ന്യൂ സ്റ്റേറ്റ്. ഇനി അത് അഡ്മിറ്റ് ചെയ്യാണ്, അത് റെഡിയായി നിൽക്കുന്നു, അതാണ് റെഡി സ്റ്റേറ്റ്. ഈ റെഡി സ്റ്റേറ്റിന് നമുക്കൊരു ഷെഡ്യൂളർ ഡിസ്പാച്ച് ചെയ്യും, എന്തിനാ, എക്സിക്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറി. ഇനി ഈ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ഏതെങ്കിലും IO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇനി IO ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ഡിവൈസ് ആക്സസ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സറിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഏത് സ്റ്റേറ്റിലേക്ക് നിൽക്കാം, നമുക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് നിൽക്കാം. കാരണം ആ സമയം CPU ഐഡിൽ ആവാൻ വേണ്ടി പാടില്ല. അതിൻ്റെ CPUവിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ആ സമയത്ത് ഈ ഒരു റെഡി സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റും. ആ ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് അതിൻ്റെ IO പ്രോസസ്സിന് ആക്സസ് ചെയ്യാം, അതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും ചെയ്യാം. ഇനി ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു ഇൻപുട്ട് ഡിവൈസ് ആക്സസ് ചെയ്യണം, അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇവിടത്തേക്ക് തന്നെ വരാം, എൻ്റെ റെഡി സ്റ്റേറ്റിലേക്ക് വരാം. ഓക്കെ, എനിക്ക് ആ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ആയി, ഇനി എനിക്ക് വീണ്ടും പ്രോസസ്സറിലേക്ക് വരാം. ഓക്കെ, പ്രോസസ്സിനെ വേണ്ടി വെയിറ്റ് ചെയ്യാം, അതാണ് റെഡി സ്റ്റേറ്റ്. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരാം. ഇനി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റായി എന്തായി, ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് വന്നു. ഇനി ഒരു IO ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, മറിച്ച് ഒരു ഇൻട്രപ്റ്റ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പോഴും അത് ഏത് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്, റെഡി സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. കാരണം ആ ഒരു പെർട്ടിക്കുലർ
പ്രോസസ്സിനേക്കാളും ഹയർ പ്രയോറിറ്റി ഉള്ള മറ്റേതെങ്കിലും പ്രോസസ്സ് ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് നമുക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഒരു റെഡി സ്റ്റേറ്റിലേക്ക് നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നമുക്ക് സസ്പെൻഡ് റെഡി എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഇവിടെ റെഡി എന്ന് മാത്രം മെൻഷൻ ചെയ്താലും അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ റെഡി സ്റ്റേറ്റിലേക്ക് വരുന്നു. ദെൻ നമുക്കത് കഴിഞ്ഞ് ഷെഡ്യൂളർ അതിനെ ഡിസ്പാച്ച് ചെയ്യും റണ്ണിങ് സ്റ്റേറ്റിലേക്ക്. ദെൻ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വി വിൽ go in detail. First one is new state. When a program present in the secondary memory is initiated for എക്സിക്യൂഷൻ. ഓക്കെ, എക്സിക്യൂഷന് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ആ പ്രോഗ്രാം ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രോസസ്സ് വരിക എന്ന് പറയുമ്പോൾ അതൊരു പുതിയതായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂ സ്റ്റേറ്റ് ആണ് അല്ലേ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ന്യൂ ബേബി അല്ലേ, ആ ഒരു രീതിയിൽ ആലോചിക്കാം. Okay, next state in the ready state. The process moves from new state to ready state after it is loaded into the main memory and is ready for execution. In ready state, the process waits for its execution by the processor, and in multi-programming environment, many processes may be present in the ready state. അപ്പോൾ ready state എന്ന് പറയുമ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റേറ്റിനും ന്യൂ സ്റ്റേറ്റിനും ഇടയിൽ വരുന്നതാണ് നമ്മുടെ റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കാരണം ആദ്യം അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂ ആണ്, പിന്നീട് അത് ന്യൂ അല്ല, അതിലേക്ക് മാറുകയാണ്, അത് റെഡി സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അതായത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് വന്നു. ഇനി അത് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? ആ ഒരു പ്രോസസ്സറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോസസ്സറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതാണ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഏതിലുണ്ടാവും? ഒരു റെഡി ക്യൂവിലുണ്ടാവും. ഓക്കെ, അവിടെ ഒരു ക്യൂ സങ്കല്പിക്കുക. ഓരോ പ്രോസസ്സും നമുക്ക് ന്യൂ സ്റ്റേറ്റിനും ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴും അത് ഓരോന്നും റെഡി ക്യൂയിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് അവിടുന്ന് അപ്പോൾ അവിടെ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയറോൺമെൻ്റ് ആണ്. ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് നമുക്ക് ഏത് സ്റ്റേറ്റിലുണ്ടാവും? ഈ ഒരു റെഡി സ്റ്റേറ്റിലുണ്ടാവും. അതിനുശേഷം റണ്ണിങ് സ്റ്റേറ്റ്. ദ പ്രോസസ് മൂവ്സ് ഫ്രം റെഡി സ്റ്റേറ്റ് ടു റണ്ണിങ് സ്റ്റേറ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് അസൈൻഡ് ദ CPU ഫോർ എക്സിക്യൂഷൻ. അതായത് CPUവിന് ആ ഒരു പ്രോസസ്സ് അസൈൻഡ് ആയി. ഓക്കെ, എനിക്ക് ഇനി ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു? റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വന്നു. ഓക്കെ, then next terminate state. The process moves from running state to terminate state after its execution is completed, and after entering the terminate state, the PCB of the process is deleted by the operating system. അപ്പോൾ ഒരു പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് അത് ആ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു? ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിലീറ്റ് ചെയ്യാം. ഒരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ളൊരു ഡാറ്റ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് PCBയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് വരും ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോസസ് ഈസ് ഡിലീറ്റഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് ഈ ഒരു ടെർമിനേറ്റ് സ്റ്റേറ്റിൽ നടക്കുന്നത്. അടുത്തത് വെയിറ്റിംഗ് സ്റ്റേറ്റ്. എ പ്രോസസ് മൂവ്സ് ഫ്രം റണ്ണിങ് സ്റ്റേറ്റ് ടു ബ്ലോക്ക് or waiting state if it requires an IO operation or some blocked resource during its execution. അതായത് നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് മാറും. എപ്പോൾ? അതിന് ഏതെങ്കിലും രീതിയിലുള്ള IO ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓർ സം അതർ ബ്ലോക്ക് റിസോഴ്സസ്. ആ ഒരു എക്സിക്യൂഷൻ ടൈമിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും IO ഓപ്പറേഷനാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്കിൽ അതിനെ നമുക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദ IO ഓപ്പറേഷൻ ഗെറ്റ്സ് കംപ്ലീറ്റഡ് all resources becomes available, the process moves to the ready state. ഓക്കെ, അപ്പോൾ ആ ഒരു കംപ്ലീഷൻ കഴിഞ്ഞാൽ IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഏതിന് സ്റ്റേറ്റിലേക്ക് വരാം? അതിന് റെഡി സ്റ്റേറ്റിലേക്ക് വരാം. Okay, and these names may vary across the operating system, and only one process can be running on any processor at any instant, and many processes may be ready and waiting however. അപ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയറോൺമെൻറ്റിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഏതിലുണ്ടാവും? ഒരു റെഡി സ്റ്റേറ്റിലുണ്ടാവും, അതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലുണ്ടാവും. പക്ഷേ നമ്മൾ റണ്ണിങ് സ്റ്റേറ്റിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഒരു സിംഗിൾ പ്രോസസ്സ് മാത്രമേ റണ്ണിങ് സ്റ്റേറ്റിൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് പറഞ്ഞു. ഈ ഓരോ സ്റ്റേറ്റും ചിലപ്പോൾ ചില സിസ്റ്റത്തിന്
ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വാരി ചെയ്യാം. പക്ഷേ കൺസെപ്റ്റ് എന്ത് തന്നെയാണ്? കൺസെപ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പ്രോസസ്സ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.